16 വർഷങ്ങൾക്ക് മുൻപ് ഉമ്മയുപേക്ഷിച്ചു പോയ സഹോദരിമാരിൽ രണ്ടാമത്തെ കുട്ടിയും വിവാഹിതയായി. കോഴിക്കോട് കിനാശ്ശേരി യതീംഖാനയിൽ വളർന്ന മിന്നു എന്ന ജംഷീറിയാണ് ഇന്ന് വിവാഹപന്തലിലെത്തിയത്. പ്രിയപ്പെട്ടവളുടെ വിവാഹത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഒരു നാട് മുഴുവൻ. മിന്നുവിന്റെ കല്യാണം ആഘോഷമാക്കാൻ ഒരു നാട് മുഴുവൻ എത്തിയിട്ടുണ്ടായിരുന്നു. കിനാശ്ശേരി യതീംഖാന ഭാരവാഹികളും അന്തേവാസികളും ചേർന്നൊരുക്കിയ വർണ്ണാഭമായ സ്റ്റേജിലേക്ക് അണിഞ്ഞൊരുങ്ങിയ വധുവിനെ കൈകൊട്ടിപ്പാടി കൂട്ടുകാർ സ്വീകരിച്ചു. മലപ്പുറം പാറമ്മൽ സ്വദേശി സൽമാനുൽ ഫൈസലാണ് വരൻ. അനിയത്തിയുടെ വിവാഹത്തിന് സകുടുംബം ജ്യേഷ്ഠത്തിയുമെത്തി. ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ചെറുപ്പം മുതലേ. ഇപ്പൊ ഈ നിലയിലെത്തിയൊക്കെ കാരണം എത്തിയ ആനക്കാരാണ്. ഇപ്പൊ നാട്ടുകാരെ സഹായം ഒക്കെ ഉണ്ട്. നല്ല സന്തോഷമുണ്ട്. ഇത്താത്ത നല്ലൊരു ജീവിതത്തിൽ ഇനി അനിയത്തിക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഞാൻ. പുതുജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തോടൊപ്പം കുഞ്ഞുനാൾ മുതൽ തനിക്ക് തണലേകിയ പ്രിയപ്പെട്ടവരെ പിരിയുന്നതിന്റെ ദുഃഖവും മിന്നുവിന്റെ മുഖത്ത് മാറിമറിഞ്ഞു. ഇത്താത്തയെ മിസ് ചെയ്യുമെന്ന് യതീംഖാനയിലെ കുട്ടികളും. കല്യാണം ഉണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം ഇല്ലാണ്ടായിക്കണേ. കാരണം നമ്മളൊക്കെ വിട്ടു പോണ കണ്ടപ്പോൾ വല്ലാണ്ട് സങ്കടമായി പോയിക്കണേ. ഇത്താത്തന്റെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട്. സ്നേഹാശംസകളുമായി അധ്യാപകരും കളറാക്കാൻ യതീംഖാനയിലെ പൂർവ്വ വിദ്യാർത്ഥികളും എത്തിയതോടെ കല്യാണം പൊടിപിടിച്ചു. ഞാനൊക്കെ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നത്. ചെറിയ നടക്കാനൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഉമ്മാന്ന് പോലും വിളിക്കാനായിട്ടില്ല അന്നൊന്നും. അവളെ കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷം, നമുക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയല്ലോ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നൊരു കുട്ടിയാണ്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് യതീംഖാനയിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് നിക്കാഹിന് നേതൃത്വം കൊടുത്തത്. ആ ദമ്പതികൾക്ക് എല്ലാവിധത്തിലും ഹൈറായ ജീവിതം സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 16 കൊല്ലം മുമ്പാണ് ഇത്താത്തയോടൊപ്പം മിന്നു ഇവിടെ എത്തിയത്. രണ്ടു മക്കളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മാതാവ് കടന്നുകളഞ്ഞതിനെ തുടർന്ന് കിനാശ്ശേരി യതീംഖാന കുട്ടികളെ ഏറ്റെടുക്കുകയായിരുന്നു. ഒരിക്കൽ കുടുംബത്തെ നഷ്ടപ്പെട്ടവർ പുതിയ കുടുംബമാവുകയാണ്. അവർ കുടുംബവും കൂട്ടുകുടുംബവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കല്യാണം കൂടിയ ദിലീപേട്ടനും ക്യാമറമാൻ മുസ്താഖിനുമൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.